നേപ്പാളിൽ ഇപ്പോൾ സംഘർഷം പുകയുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ച പ്രക്ഷോഭമല്ല. യഥാർത്ഥത്തിൽ നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നത്? ജൻസി മാത്രമാണോ പ്രക്ഷോഭത്തിന് വഴിവെച്ചത്? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇത്തരത്തിൽ പലതരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. പരിശോധിക്കാം വിശദമായി. സെപ്റ്റംബർ 6 രാവിലെ 7:15 നേപ്പാളിലെ കോശി പ്രവിശ്യ മന്ത്രി റാം ബഹാദൂർ മഗർ സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക ജീപ്പ് 11 വയസ്സുകാരിയെ ഇടിച്ചു വീഴ്ത്തി. രാജ്യത്ത് 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ വെറും മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് ലളിത്പൂരിലെ ഹരിസിദ്ധി സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ഉഷ മഗർ സുനുവാറിനെ മന്ത്രിയുടെ വാഹനം ഇടിക്കുന്നത്. കുട്ടി റോഡരികിലേക്ക് തെറിച്ചു വീഴുന്നതിന്റെയും സർക്കാർ വാഹനം നിർത്താതെ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. ഇന്നലെ രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഈ അപകടത്തെ ഒരു സാധാരണ അപകടമെന്ന് വിശേഷിപ്പിച്ചത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. കുട്ടിയുടെ ചികിത്സാ ചെലവ് മാത്രം സർക്കാർ നോക്കാമെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇതോടെ കാഠ്മണ്ഡുവിലെ കോളേജുകളിലും ചായക്കടകളിലും സ്കൂളുകളിലും എല്ലാം പ്രതിഷേധം ഉയർന്നു. അഴിമതി, സ്വജനപക്ഷപാതം, തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങളാൽ ദുരിതത്തിലായിരുന്ന ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിനിറങ്ങി. ജീവിക്കാനാകാതെ യുവാക്കൾ. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നേപ്പാളിലെ യുവാക്കൾക്ക് ഇടയിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് അനുഭവപ്പെടുന്ന രാജ്യമായി നേപ്പാൾ മാറിയിരുന്നു. 2024 കണക്കനുസരിച്ച് 15 മുതൽ 24 വരെ പ്രായമുള്ളവർക്ക് ഇടയിൽ തൊഴിലില്ലായ്മ നിരക്ക് 20.8%. സ്വന്തം രാജ്യത്ത് തൊഴിൽ ലഭിക്കാതെ ലക്ഷക്കണക്കിന് യുവാക്കൾ ഓരോ വർഷവും ഗൾഫിലേക്കും മലേഷ്യയിലേക്കും കുടിയേറി. ബാക്കിയുള്ളവർ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ രാജ്യത്ത് തന്നെ നിന്ന് പോരാടുകയാണ്. സർക്കാരിന്റെ അഴിമതി. തുടർച്ചയായ അഴിമതി ആരോപണങ്ങൾ നേരിടുകയായിരുന്നു നിലവിലെ സർക്കാർ. രാഷ്ട്രീയക്കാരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും അനന്തരവന്മാർക്കും മാത്രമാണ് ജോലി ലഭിച്ചിരുന്നത്. ഒന്നുകിൽ രാജ്യം വിടുക, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് അന്തസ്സില്ലാതെ ജീവിക്കുക എന്നാണ് പല യുവാക്കളും പറയുന്നത്. വിദ്യാസമ്പന്നരെ പോലും ഒഴിവാക്കിയാണ് നേപ്പാളിൽ ബന്ധു നിയമനം നടത്തിയിരുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ തങ്ങളുടെ ആഡംബര ജീവിതം സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഇവർ നിറസാന്നിധ്യമായി. എന്നാൽ ഇത്രയും ആഡംബരം കാണിക്കാനുള്ള പണം അവർക്ക് എവിടെ നിന്നാണെന്നത് വ്യക്തമായിരുന്നില്ല. ഇതെല്ലാം സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ട പണമായിരുന്നു. ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തുന്നവർക്ക് എതിരെ പ്രതിഷേധിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത്. ഒലിയെ കള്ളനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയത്. ജനാധിപത്യമെന്ന് പറഞ്ഞ് വളർന്നിട്ട് രാജ്യത്ത് കണ്ടതെല്ലാം മന്ത്രിമാരുടെ രാജവാഴ്ചയാണെന്നാണ് യുവാക്കൾ പറയുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും യഥാർത്ഥ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിനെയെല്ലാം നിയമപരമായ മാർഗങ്ങളിലൂടെയും ഭരണഘടനയിലൂടെയും വേണം പരിഹരിക്കാനെന്നാണ് നേപ്പാളി കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ NP സൗദ് പറഞ്ഞത്. എന്നാൽ പ്രതിഷേധത്തിനിടെ നിരവധി യുവാക്കൾ മരിച്ചു. ഇതോടെ കൂടുതൽ യുവാക്കൾ പ്രതിഷേധത്തിന് രംഗത്തിറങ്ങുകയാണ്. വീടിനുള്ളിലിരിക്കാൻ തങ്ങളുടെ മനുഷ്യത്വം അനുവദിക്കില്ല എന്നും മരിച്ചവർക്ക് നീതി വേണമെന്നുമാണ് അവർ പറയുന്നത്. സോഷ്യൽ മീഡിയ നിരോധനം പിൻവലിച്ചിട്ട് പോലും ഇപ്പോഴും രാജ്യത്ത് പ്രതിഷേധം തുടരുകയാണ്. കടുത്ത പ്രതിസന്ധിയിലാണ് രാജ്യം ഇപ്പോൾ. പ്രക്ഷോഭകർ പാർലമെന്റിനും സുപ്രീം കോടതിക്കും പ്രസിഡന്റിന്റെ ഓഫീസിനും തീയിട്ടു. പ്രക്ഷോഭത്തിനിടെ മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രകാർ തീപിടിച്ച വീട്ടിൽ കുടുങ്ങി വെന്തു മരിച്ചു. ധനകാര്യമന്ത്രി ബിഷ്ണു പൗഡലിനെ ജനക്കൂട്ടം തെരുവിൽ ആക്രമിച്ചു. നേപ്പാളി കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഷെർ ബഹാദൂർ ദുബൈയുടെ വീടാക്രമിച്ച് പ്രക്ഷോഭകാരികൾ അദ്ദേഹത്തിന്റെ ഭാര്യയും വിദേശകാര്യമന്ത്രിയുമായ അൻസു റാണയെ കയ്യേറ്റം ചെയ്യുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ നേപ്പാളിൽ ഭരണം സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. പ്രക്ഷോഭം രൂക്ഷമാകുന്നതിനിടെ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന 7 ജില്ലകളിൽ അതീവ ജാഗ്രത പാലിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി ഉത്തർപ്രദേശ് സർക്കാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ നേപ്പാൾ അതിർത്തി അടച്ചിട്ടില്ല. ലഖിംപൂർ ഖേരി, സിദ്ധാർത്ഥ് നഗർ, മഹാരാജ്ഗഞ്ച്, ശ്രവസ്തി, ബൽറാംപൂർ, ബഹ്റൈച്ച്, പിലിഭിത്ത് എന്നിവിടങ്ങളിൽ 24 മണിക്കൂർ നിരീക്ഷണം ഏർപ്പെടുത്തി. ഈ മേഖലകളിൽ പെട്രോളിംഗ് ശക്തമാക്കാനും അധിക പോലീസ് സേനയെ വിന്യസിക്കാനും DGP ഉത്തരവിട്ടിരിക്കുകയാണ്. UPക്ക് പുറമെ ബീഹാർ, പശ്ചിമ ബംഗാൾ അടക്കം നേപ്പാൾ അതിർത്തിയോട് ചേർന്ന സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി ലക്നൗ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം സ്ഥാപിച്ചു. ഇന്ത്യൻ പൗരന്മാർ നിലവിലുള്ള സ്ഥലത്ത് തന്നെ തുടരണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. കാഠ്മണ്ഡുവിൽ അകപ്പെട്ട 40 മലയാളികളെ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അറിയിച്ചിരുന്നു. നേപ്പാൾ അതിർത്തി അടച്ചതിനെ തുടർന്ന് ചൈനയിലെ
ഡാർജിലിംഗിൽ കുടുങ്ങിയ മലയാളികളടക്കം 3000-ലധികം കൈലാസ മാനസ സരോവർ യാത്രികരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഭരണം പ്രതിസന്ധിയിലായതോടെ ക്രമസമാധാനവും സുരക്ഷയും ഏറ്റെടുത്ത സൈന്യം രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ നിരോധനാജ്ഞ ഇന്ന് വൈകിട്ട് 5 മണിവരെ തുടരുന്നു. ശേഷം കർഫ്യൂ നിലവിൽ വരും. ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനാണ് സൈന്യം നിർദ്ദേശിച്ചിട്ടുള്ളത്.